തലയിൽ എണ്ണ തേക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ എണ്ണ തേക്കുക. അഭ്യംഗം ആചരേത് നിത്യം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ശരിയായ രീതിയിൽ നാം ശരീരത്തിൽ എണ്ണ തേക്കേണ്ടത്, ശരീരത്തിൽ ആദ്യം എണ്ണ എവിടെയാണ് തേക്കേണ്ടത്, കൃത്യമായി തലയിൽ തേച്ചതിന് ശേഷം മാത്രമേ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ തേക്കാവൂ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഇടയിൽ എല്ലാവർക്കുമുണ്ട്. ശരീരത്തിൽ എണ്ണ തേക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായി തലയിൽ ആദ്യം എണ്ണ തേക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നാം കുളിക്കുന്ന സമയത്ത് നാം പലപ്പോഴും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ തലയിലായിരിക്കും. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നെറുകയിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് നീരിറക്കം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കാനാണ് നെറുകയിൽ എണ്ണ തേക്കണം എന്ന് പറയുന്നത്. ഈ നെറുകയിൽ എണ്ണ തേക്കുന്നത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ തേക്കുന്ന സമയത്ത് നെറുകയിൽ എണ്ണ തേക്കാൻ മറന്നു പോയാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് നിർബന്ധമായും നെറുകയിൽ എണ്ണ തേക്കണം, അല്ലെങ്കിൽ തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയുന്നത്. അപ്പം എണ്ണ തേച്ച് തലയിൽ മാത്രമല്ല ശരീരത്തിൽ മൊത്തം എണ്ണ തേച്ച് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആയുർവേദം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് എങ്ങനെ ഗുണം ചെയ്യുന്നു? നമ്മൾ എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോൾ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ, എണ്ണ തേച്ച് കുളിച്ച് നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓയിൽ റിട്ടൻഷൻ്റെ പ്രസൻസ് ഉണ്ടാവരുത് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പലരും ചെയ്യുന്നത് എണ്ണ തേച്ച് കുളിക്കുന്നതല്ലേ, എന്നാൽ എണ്ണ കൂടുതൽ നേരം ശരീരത്തിൽ ഇരുന്നോട്ടെ എന്നുള്ളൊരു പ്രതീതിയാണ് പലർക്കുമുള്ളത്. ഇത് പലപ്പോഴും പല രീതിയിലും സ്കിന്നിന് ഡാമേജ് ചെയ്യാനുള്ള പ്രവണത കൂടുതലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ സ്കിന്നിലൂടെ ഉണ്ടാകുന്ന അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് മിനിമലാണ്. അതിൽ കൂടുതലായിട്ടുള്ള ഒരു അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം കൃത്യമായി കുളി കഴിയുന്ന സമയത്ത് എണ്ണ തേച്ചിട്ടുള്ളത് മൊത്തമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനാണ് പണ്ട് കാലങ്ങളിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ മഞ്ഞൾ പൊടി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ തേച്ചവർ കൃത്യമായും തേച്ചുരച്ച് കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള എണ്ണ തേച്ചുള്ള ഒരു കുളി തീർച്ചയായും നിങ്ങളെ ഗുണം ചെയ്യും. അല്ലാതെ എണ്ണ തേച്ചതിൻ്റെ അളവ് കൂടുതലും ശരീരത്തിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എണ്ണയുടെ റിട്ടൻഷൻ കൂടുതലായി ഇരിക്കുന്നതും അതുപോലെ തന്നെ തല മറന്ന് എണ്ണ തേക്കുന്നതും പലപ്പോഴും പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലോട്ട് വഴിതെളിക്കാൻ കാരണമാകാറുണ്ട്.